ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നിശ്ചയരായി കുഞ്ഞുപിതാക്കളെയും ആശംസിക്കണമേ. അവിടെ നടാം, മതി മതി. സംസ്കാര ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുശോചനവും അറിയിക്കുന്നു. നല്ല ദൈവം പ്രിയപ്പെട്ട അമ്മച്ചിയെ നിത്യസൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അമ്മ വഴി ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഇനിയും നമ്മുടെ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികളങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പോയിട്ടുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നതിന് നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവൻ പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ
ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ശരണം നീയല്ലോ ലോകം രക്തം സകലേ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും വിശ്വത്തിന്റെ വിധാതാവേ. നൽകണമേ പുനരുദ്ധാനം, പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എല്ലാം കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിത് വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത്
സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്തി ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം മനസ്സിലായി ഇത് ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വഗ്രഹത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തി മനസ്സിലായി കരയുന്നവരുടെ കണ്ണീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറത്തുപോയി നിശ്ചിതമായി പാപങ്ങൾ പുറക്കുകയും കുടുംബങ്ങളെ ശക്തിക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആരെങ്കിലും ഒക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വഴി കൊടുക്കുക. ഇവിടെ ഒരു വഴി കൊടുത്തേ, കുറച്ച് അങ്ങോട്ട് കൊണ്ട് മാറി നിൽക്കുക, ആളുകൾ വന്ന് കണ്ടുപോകാം. ഇവിടെ ഇവിടെ ഇതിലെ കടന്നു പോകാം. കത്തറ പുറകോട്ട് പോകും. ഇതിലെ ഒരു വഴി അതിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിത്യം ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുമുയിരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. തുടർന്ന് വരുന്ന ഗാനത്തിന്റെ സമയത്ത് ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങള് അന്ത്യോപചാരം അർപ്പിക്കുക. ബാക്കി എല്ലാവർക്കും സിമിത്തേരിയിൽ നമുക്ക് അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വരുന്നവർ ദയവായിട്ട് ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനങ്ങളിൽ കയറിയിരിക്കുകയും ആംബുലൻസ് ആണ് ഏറ്റവും മുമ്പിൽ
വാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ സഭയുടെ നാട്ടിൽ നിത്യവിരന്നിൻ അണയത്തെ ഞാൻ അന്തിമയാത്ര. എന്നുവന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാപ്തിപ്പതിനാൽ പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാഗ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമറിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലവയ്ക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലേം പ്രാപിപ്പതിനാ. പോയി മറയുന്നേ ക്ഷണഭംഗുരമാ ലോകവുമതിലേ ജടികാഴ്ചകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ ആശ്ലേഷിച്ചു. നിന്റെ അരുളി അറിയിക്കണമേ ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു പാപിനിയോടാ.
തലയിങ്ങനെയല്ലേ സ്വാർത്ഥമായ ജീവിതം നയിച്ച് തമ്പുരാനെ തിരിച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൻ്റെ കിരീടം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നാം യാത്രയായിരിക്കുന്നത് ഈ പ്രിയപ്പെട്ട മനുഷ്യരുടെ ജീവിതകാലത്ത് ഈ കുടുംബത്തിനും അതുപോലെ ഇവിടെ ഈ സമൂഹത്തിനും നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. തീർച്ചയായിട്ടും ബന്ധങ്ങളുടെ അടുത്തതോടും കൂടുതൽ ഭീഷണവും അതുപോലെ കൂടുതൽ വേദനയും വിഷമമൊക്കെ ഉണ്ടാകും കഴിയും. അതുപോലെ കൊച്ചുമക്കൾക്കും മക്കൾക്കുമൊക്കെ സമൂഹത്തിൻ്റെ അനുശോചനവും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് അവസാന കാലഘട്ടത്തിൽ നന്നായിട്ട് നോക്കിയോടുകൂടി ചെയ്യുന്നതോടുകൂടി എല്ലാവരുടെയും പേര് ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് സൂക്ഷിച്ചു. അവർ തീർച്ചയായിട്ടും ദൈവത്തിന് കൂടി നൽകുവാനിരിക്കും. നല്ല മനുഷ്യരുടെ നാമം തന്നെ ക്രമ പറഞ്ഞതാണെന്ന് നമുക്കറിയാം. അവരെ മരിച്ച് ശാരീരികമായി വേർപെട്ടു പോയാലും ആത്മീയമായിട്ട് സ്വർഗീയമായ സാന്നിധ്യത്തോടുകൂടി നമുക്കിവിടെ ഉണ്ടായിരിക്കും. ഒരു ജീവിതത്തിനപ്പോൾ നമുക്ക് ചെയ്തതിൽ കൂടുതൽ അനുഗ്രഹങ്ങളും കർമ്മങ്ങളും നന്മകളും തമ്പുരാന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാൻ മാത്രം അവരെ വ്യക്തതോടായി തീരുകയാണ് നമ്മളത്തോടുകൂടി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമ്മ ഈ കുടുംബത്തിന് തുടർന്ന് ഒരു അനുഗ്രഹമായിരിക്കും എന്നുള്ള സംശയം നമുക്കെല്ലാവർക്കും ഇടവേക്കും. നമുക്ക് ഓരോരുത്തർക്കും തമ്പുരാന്റെ കാര്യങ്ങളിൽ സ്വർഗീയ നന്മകൾ വാങ്ങിത്തരുന്ന നല്ലൊരു സ്വർഗീയ മധ്യസ്ഥയായി മാറിയിരിക്കുന്നു. ദൈവം ഈ അമ്മയ്ക്ക് നിത്യ സൗഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് എല്ലാവരുടെയും പേരിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. മാനസികമായ പല മനുഷ്യരാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ അകന്തിയും ഓർമ്മകളുമാണല്ലോ. അതുകൊണ്ട് ചേർന്നതാണ് മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അവർ എന്തെങ്കിലും ഓർമ്മകളോ ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുകയും കാരുണ്യപരമായ ദൈവകാര്യങ്ങളിൽ ചിന്തയാൽ കാരുണ്യത്തിൻ്റെ ചിന്തത്തിനോട് കഴുകി വിശദീകരിച്ച് ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും മോചിക്കട്ടെ. നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കാനായിട്ട് സാധ്യത സ്വാഭാവിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ ഉപവാസം കൊണ്ട് പരിത്യാഗം കൊണ്ട് നമ്മുടെ താപങ്ങൾ കൊണ്ട് ഈ അമ്മയുടെ പാവങ്ങളും കടകളും കടകളും മോചിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. കുടുംബങ്ങൾ പ്രത്യേകിച്ചും അതിന് ദാനമൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പൂർവികർക്ക് വേണ്ടി എല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. ഓരോ ആളുകളുടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഈ മരണത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ്. കുറേ സ്വപ്നമുഖമായി ജീവിക്കുവാൻ ഈ അമ്മയ്ക്ക് ഏറ്റവും ശക്തമായ ഭാഷയിൽ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇത്രയും പ്രാർത്ഥിച്ച് തൊഴിലാളികളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്ക് നല്ല തീരുമാനമുണ്ട്. എന്തായാലും നാളെ ഈ മരണത്തിൻ്റെ കവാടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതാണ് എന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ കുറേ കൂടി സ്വപ്നമുഖമായ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകും. അതുതന്നെയാണ് ക്രമപറഞ്ഞ ജീവിതം എന്ന് പറയുന്നത്. ഇത്രയും പ്രാർത്ഥിച്ച് നമ്മൾ ഓർമ്മിക്കുന്നത് ക്രമപറഞ്ഞ ജീവിതത്തിലേക്ക് നമ്മുടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കൾക്ക് കൊച്ചുമക്കൾക്കും മക്കൾക്കും നിർത്താതെകൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന
വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശുദ്ധങ്ങളിൽ നിന്ന് കടലെടുത്ത മനോഹരമാകുന്നു. വിശുദ്ധമായാൽ മുദ്രിതവും പരിശുദ്ധകുമാരിയാൽ പരിവൃഷ്ടവും വിശുദ്ധനത്താൽ അഭിഷക്തവുമായ ശരീരത്തിന് രണ്ടാമത്തെ ആകാരം വരെ വിശുദ്ധങ്ങൾ വേണ്ടി കരുണമേ പരിശീലിക്കണമേ. ഇതിന്റെയും മരണത്തിന്റെയും നാഥം പിതാവുകളും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സ്വഭാവോട് നീ എന്നെ പഠിക്കുവാൻ ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന് ദിവ്യത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. മനുഷ്യനെ പൊടിയാവുന്നു, പൊടിയിലേക്ക് നിന്ന് മടങ്ങുന്ന ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം നിന്നെ വർദ്ധഭാവത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. മരണത്തിന്റെയും നാഥം പിതാവിന്റെ ഗുണം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നെന്ന് ഓർത്തുകൊള്ളുക. േക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ല വരുത്തുവരമ്പാകേ ആകാശവും ഭൂമിയുടേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപ
നൽകണമേ മൃതനായുസ്സും. സന്തോഷത്തിലാനന്ദിക്കും കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയുമുയരും നൽകുന്നു. തെളിവായ എന്നോട് നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോമിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിന്ദുവ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പറഞ്ഞു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, എന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മലാഖമാരുടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ ഉള്ളിലാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരായ എന്നേക്കും. കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മക്കളമറിയമണിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. നിർമ്മല ചരിതങ്ങളാം സാരായേലീശ്വർ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാൻ കനിവാർന്നരുളട്ടെ. കർത്താവഹിലേശം മൃതിയോത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ, മരണമുറക്കം നടക്കുന്ന മാറ്റടെ പോലെ ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തെന്നാൽ എവിടെയെന്ന് അവർ നിത്യവും പരിഹസിക്കുന്നു. പരിശുദ്ധാത്മാവിന് സ്തുതി.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ദാനം പ്രതീക്ഷിച്ച് മരണപ്പെട്ടവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവത്തിന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർത്തും വലിയവായ ജീവനം നൽകുകയും സ്വർഗരാജ്യമാകുന്ന വാസത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ നിശ്ചയമായ ശരീരത്തെ നിർമ്മിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായ അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരത്തിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒന്ന് പൊക്കി പിടിച്ച വെള്ളത്തിൽ പോകട്ടെ. ഒന്ന് പൊക്കി പിടിക്കുക. അങ്ങനെ വേണ്ട, ചെറുതായിട്ട് ആവശ്യത്തിനുള്ളത്. അല്ല അല്ല പൊക്കി പിടിക്കാൻ. അവിടുന്ന് റിട്ടേൺ എടുക്കാനേ കയ്യെത്തുമ്പോൾ വിട്ടാൽ അതിൻ്റെ മുകളിൽ